ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബീഫിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ബീഫ് ഗ്രേവി എന്നാണ് ഇതിന് ഞാൻ പേരിട്ടേക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. ഈ ബീഫ് ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായി വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ബീഫിനനുസരിച്ചിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 4 സവാള, 2 പച്ചമുളക്, ഒരു തുടം വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. ഈ സവാള 4 അത്യാവശ്യമില്ല, നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. കാരണം സവാള അധികം കൂടിയിട്ടുണ്ടെങ്കിൽ മധുരിപ്പായി പോവും. അപ്പോൾ ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അരിഞ്ഞെടുത്ത് വന്നപ്പോഴത്തേക്ക് സവാള കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 2.5 സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 2 ഉണക്കമുളക് കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അപ്പോൾ നമുക്കതൊന്ന് ബീഫ് ഗ്രേവി ആക്കി എടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഇതിന് ഉപയോഗിക്കുക, എങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇതിന് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വേപ്പില, ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, അതേപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളറ് ആവണം നമ്മുടെ ഈ സവാള. അപ്പോൾ അതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് സവാള. ഇനി ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ല സ്പൈസി ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് മുരിഞ്ഞ് കിട്ടണം. ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/2 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്, പച്ചവെള്ളം. നിങ്ങളുടെ കയ്യിൽ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, ഞാൻ ഇന്നലെ അത് യൂസ് ചെയ്ത കാരണം ഇന്നിപ്പോൾ ഞാൻ സാധാ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക്. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഈ വെള്ളം ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വരണം. അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബീഫൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആ മസാലയൊക്കെ ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഇനി അതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ് ഞാൻ. വെന്തതാണ് എങ്കിലും ആ മസാലയൊക്കെ ഒന്ന് ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചെറുതായിട്ട് അതിൽ നിന്ന് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് റെഡി ആയിട്ടില്ല. ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തൊന്ന് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നമ്മൾ നേരത്തെ അടച്ച് വെച്ച പോലെ തന്നെ വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ച് കൊടുക്കാൻ പോവാണ്. ലോ ഫ്ലെയിമിൽ വെക്കുക, ഹൈ ഫ്ലെയിമിൽ അങ്ങനെ ആണെങ്കിൽ അടിയിൽ പിടിച്ച് ഇതെല്ലാം കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബീഫ് ഗ്രേവി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച പാകം. എനിക്ക് ഈ പാകത്തിനാണ് വേണ്ടത്. ബീഫ് ഗ്രേവി ലൂസായിട്ടുള്ള ഗ്രേവി അല്ല, ഒരു തിക്കായിട്ടുള്ള സെമി തിക്കായിട്ടുള്ള ഗ്രേവി കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഈ പാകത്തിന് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. അത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനതിലേക്ക് ചേർക്കാൻ പോണത് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചത്, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കണം. ഇതിപ്പോൾ ഇളക്കി ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എടുക്കുന്ന സമയത്ത് ഇളക്കി ചേർത്താൽ മതി. അപ്പോൾ ഇനി ഞാനിതൊന്ന് അടച്ച് വയ്ക്കാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ണണ സമയമാകുമ്പോഴേ ഞാനിത് എടുക്കുള്ളൂ. അപ്പോൾ ഉണ്ണാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വേപ്പിലൊക്കെ ഏകദേശം അവിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷേ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ അവസാനം ചേർത്ത എല്ലാനും കൂടി അതിനകത്തൊന്ന് മിക്സ് ആവട്ടെ. നല്ലൊരു മണം വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ബീഫ് ഗ്രേവി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്കം. താങ്ക്